പോലീസുകാർക്ക് ശബരിമലയിൽ ട്രാക്ടറിൽ പോയാൽ എന്താണ് കുഴപ്പം? വളരെ ഷോർട്ടായിട്ട് ചോദിക്കാം. സാറിന് കാര്യം പിടികിട്ടി എന്ന് കരുതുന്നു. അല്ല, പോലീസുകാർക്കെന്നല്ല, ആർക്കും തന്നെ, പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ തന്ത്രിക്കോ ആർക്കുമേ ട്രാക്ടർ സഞ്ചരിക്കാൻ അനുവദിക്കത്തില്ല. ട്രാക്ടറും പിന്നെ ആംബുലൻസും ഉണ്ട്. 2-3 ആംബുലൻസ് ഉണ്ട്. അവിടുത്തെ ആരോഗ്യ വകുപ്പിൻ്റെ കസ്റ്റഡിയിലാണ് ആംബുലൻസ്. ശബരിമലയിൽ എന്തെങ്കിലും അത്യാഹിതം ഉണ്ടാകുകയാണെങ്കിൽ അത് എത്രയും വേഗം അവരെ പമ്പയിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ജീപ്പ് ആംബുലൻസ് ഉള്ളത്. അത് സ്വാമി അയ്യപ്പൻ റോഡ് വഴി പമ്പയിലെത്തും. സന്നിധാനത്ത് നിന്ന് പമ്പയിലെത്താൻ ഒരു 20 മിനിറ്റിനുള്ളിൽ എത്തുകയും ചെയ്യും. ഈ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും ഓടുന്ന ട്രാക്ടർ അതും സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ചരക്ക് നീക്കത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്. സ്വാമി അയ്യപ്പൻ റോഡ് എന്ന് പറയുമ്പോൾ ട്രാക്ടർ പോകാവുന്ന സൗകര്യത്തിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. അതുവഴി ഭക്തരും പോകുന്നുണ്ട്, ഒപ്പം ട്രാക്ടറും പോകും. കാരണം അവിടത്തേക്കുള്ള പിന്നെ കടകളിലേക്ക് സാധനം എത്തിക്കണം, അവിടെ മെസ്സിലേക്ക് സാധനം എത്തിക്കണം, എല്ലാം ചരക്ക് നീക്കം മുഴുവൻ ട്രാക്ടർ വഴിയാണ്. പക്ഷെ ചില മുൻകാലങ്ങളിൽ ചില അവസരങ്ങളിൽ ചില ഉന്നതരൊക്കെ ഈ ട്രാക്ടറിൽ കയറി പോകാറുണ്ട്. പിന്നെ ചിലർ ഈ അങ്ങോട്ടോ മറ്റോ പോകുമ്പം ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ, അധികം ചരക്കില്ലാതെ പോവുകയാണെങ്കിൽ ഈ ട്രാക്ടറുകാർ ഈ ഭക്തരെ ഇതിനകത്ത് വിളിച്ച് കയറ്റും. 2-3 പേരെയൊക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത്, അത്ര അതിനുള്ള സ്പേസേ ഉള്ളൂ. അപ്പം ഒരു 200 രൂപയോ 300 രൂപയോ വെച്ച് വാങ്ങും. അത് നിയമവിരുദ്ധമാണ്. അങ്ങനെ പിന്നെ കയറാൻ പറ്റാത്തവർക്ക് പണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോളി വഴി പോകാം, അല്ലാത്തവർ മല കയറി തന്നെ പോകണം എന്നുള്ളതാണ്. അപ്പോൾ ട്രാക്ടർ ഒരിക്കലും അനുവദിക്കാൻ ട്രാക്ടറിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഈ ട്രാക്ടർ വന്നതെന്ന് ചോദിച്ചാൽ, പണ്ട് കാലങ്ങളിൽ ശബരിമലയിലേക്ക് ചരക്ക് നീക്കം നടത്തിക്കൊണ്ടിരുന്നത് കഴുതപ്പുറത്താണ്. ഈ തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ കഴുതകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഒരാൾ കുറേ പേരെ ടെൻഡർ എടുത്തിട്ട് ഈ കഴുതകളെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഈ കഴുതകളാണ് ഈ പമ്പയിൽ നിന്ന്, പമ്പ വരെ നമുക്ക് ഗതാഗത സൗകര്യമുണ്ടല്ലോ, KSRTC അവിടെ എത്തും, മറ്റു വാഹനങ്ങളെല്ലാം തന്നെ പമ്പ ഗണപതി അമ്പലത്തിൻ്റെ അടുക്കൽ വരെ എത്തും. അവിടെ നിന്നാണ് പിന്നീട് ഈ മലകയറ്റം ആരംഭിക്കുന്നത്. 2 പാതയുണ്ട്. പരമ്പരാഗത വഴിയായ നീലിമല അപ്പാച്ചിമേട് വഴി മരക്കൂട്ടത്ത് എത്തും. സ്വാമി അയ്യപ്പൻ റോഡ് വഴി പോകുമ്പോഴും ഈ റോഡും വന്ന് മരക്കൂട്ടത്ത് എത്തും. അവിടെ നിന്ന് വീണ്ടും 2ആയി തിരിഞ്ഞ് പരമ്പരാഗത വഴിയുണ്ട്, ശരംകുത്തി വഴി സന്നിധാനത്തെത്തും. ഈ ട്രാക്ടർ പോകാൻ വേണ്ടി മരക്കൂട്ടത്തെത്തിയിട്ട് ചന്ദ്രാനന്ദൻ റോഡ് വഴി, ചന്ദ്രാനന്ദൻ എന്ന് പറയുന്നത് CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. അദ്ദേഹം ദേവസ്വം ബോർഡ് മെമ്പറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ റോഡ് വന്നത്. ചന്ദ്രാനന്ദൻ റോഡ് മരക്കൂട്ടത്ത് നിന്ന് അദ്ദേഹവും കൂടി നേതൃത്വം കൊടുത്ത് പണിതാണ്. സഖാവിൻ്റെ പേരിലാണ് ശബരിമലയിൽ ഒരു റോഡ്, അത് ഓർക്കണം. അപ്പോൾ അങ്ങനെ പോകുന്ന റോഡാണത്. അപ്പോൾ ട്രാക്ടർ പോകാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പം മുൻകാലങ്ങളിൽ ഈ കഴുതയെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, ഈ ടെൻഡർ എടുത്ത് കൊണ്ടുവരുന്നവരെ എന്ത് ചെയ്യുന്നറിയാമോ, തീർത്ഥാടന കാലം കഴിയുമ്പോൾ ഈ കഴുതയ്ക്കൊന്നും ഭക്ഷണവും കൊടുക്കത്തില്ല, ഒന്നും കൊടുക്കത്തില്ലെന്ന്. അവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കിടന്ന് കഴിച്ചു കിട്ടുന്നത് കഴിക്കുക, അത്രയേ ഉള്ളൂ. ചുമപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പമ്പയിൽ നിന്ന് സന്നിധാനം വരെ തിരിച്ചു. എന്നിട്ട് ഇവർ ഈ തീർത്ഥാടന കാലം കഴിയുമ്പോൾ ഈ കഴുതയെ മുഴുവൻ അവിടെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് പോകും. അല്ല, ഇതിനെ തിരിച്ചു കൊണ്ടുപോകത്തില്ല. നല്ല ലാഭമാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനെ പിന്നീട് മൃഗങ്ങളൊക്കെ പിടിച്ചു തിന്നുകയും ഒക്കെ ആയിട്ടങ്ങ് പോകും. ഈ K. ജയകുമാർ IAS അദ്ദേഹം ശബരിമല ഉന്നതാധികാര സമിതി ചെയർമാനായിരുന്ന സമയത്താണ് ഇതിന് മാറ്റം വരുത്തിയിട്ട് ഈ സ്വാമി അയ്യപ്പൻ റോഡ് വഴി ട്രാക്ടർ ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അത് നിർബന്ധമായും കോടതി പറഞ്ഞിട്ടുണ്ട്, എത്ര വമ്പനാണെങ്കിൽ പോലും ട്രാക്ടർ അനുവദിക്കത്തില്ല. ട്രാക്ടറിൽ ഈ വലിയ അതിസാഹസികമായ യാത്രയാണെന്നേ, വലിയ പ്രയാസമാണ്. അതുമാത്രമല്ല, അങ്ങനെ കുറച്ച് പേരെ കൊണ്ടുപോകാനായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നതും ശരിയല്ല. ഇതൊരു പരമ്പരാഗതമായ രീതിയുണ്ട്, ആ രീതി അനുസരിച്ച് തന്നെ സന്നിധാനത്ത് എത്തുക.
പിന്നെ ഇനിയിപ്പോൾ നോക്കിക്കുക, ഈ ട്രാക്ടർ തീർത്ഥാടന കാലത്ത് ഈ ട്രാക്ടർ ഓടിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. രണ്ട് വഴികളും നിറഞ്ഞാണ് ഭക്തർ പോകുന്നത്. ഇനി അതുകൊണ്ടാണ് പുതിയ ടെൻഡർ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഈ പിന്നെ റോപ്പ് വേ പമ്പയിൽ ഹിൽ ടോപ്പിൽ നിന്ന് ആരംഭിച്ച് സന്നിധാനത്ത് പാണ്ടിത്താവളത്തിൽ എത്തുന്ന രീതിയിൽ റോപ്പ് വേ, അത് ഭക്തർക്ക് സഞ്ചരിക്കാനുള്ളതല്ല. അതും തുടക്കത്തിൽ ഈ ചരക്ക് നീക്കത്തിന് വേണ്ടി മാത്രമായിരിക്കും. പിന്നീട് ഒരു പക്ഷേ അത് വലിയ ചാർജ് ഈടാക്കിക്കൊണ്ട് ഭക്തരെയും കൊണ്ടുപോകുന്ന തരത്തിലാകും. അപ്പോൾ ഈ ഡോളി അങ്ങ് ഒഴിവാക്കാമല്ലോ. ഡോളി എന്ന് പറയുന്നത് ഒരു കസേര ഒരു 2 കമ്പിൽ വെച്ച് കെട്ടി കൊണ്ടുപോകുന്നതാണ്. 4 പേർ ചുമക്കുന്നതാണ് ഈ ഡോളി എന്ന് പറയുന്നത്. അതിന് ഏതാണ്ടൊരു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വരുമ്പോൾ ഒരു 7,000-8,000 രൂപയ്ക്ക് അകത്താകും ഒരാൾക്ക്. 4 പേരാണ് നമ്മളെ ചുമക്കുന്നത്. പണ്ട് വി ഗിരി ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന സമയത്ത് ശബരിമലയ്ക്ക് പോകാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തതാണ് ഇത്. അദ്ദേഹത്തിന് ഇടയ്ക്കെങ്ങാനും കയറാൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിലുള്ള ഒരു ബദൽ സൗകര്യം ഉണ്ടാക്കിയതാണ്. അത് പിന്നീട് അങ്ങ് ആ സംവിധാനം സന്നിധാനത്ത് അങ്ങ് ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ പമ്പയിൽ ചെന്നാൽ നമ്മുടെ ഇവിടുത്തെ പോലെ ഓട്ടോറിക്ഷ ടാക്സി സ്റ്റാൻഡ് പോലെ ഡോളി അങ്ങ് കിടക്കുകയാണ്. ഡോളി സ്റ്റാൻഡുണ്ട്. അപ്പം ഇതിലാണ് ഈ ട്രാക്ടറിലാണ് ADGP അജിത് കുമാർ കയറിപ്പോയത് എന്ന് പറയുന്നുണ്ട്. അത് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതിൽ പോകണമായിരുന്നു, ഡോളിയിൽ പോകാമായിരുന്നല്ലോ. ആംബുലൻസിൽ പോകാൻ കോടതി പറഞ്ഞിരിക്കുന്നേ, വയ്യെങ്കിൽ ആംബുലൻസിൽ പോയിക്കൂടായിരുന്നു. അങ്ങനെ അനുവദിക്കത്തില്ല. ആംബുലൻസ് അതിനുവേണ്ടി അങ്ങോട്ട് അവിടെ ചെന്നിട്ട് വയ്യാതാകുന്നു, അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വരാം. അല്ലാതെ ഇവിടുന്ന് വയ്യാതാകുന്ന ഒരാളെ സന്നിധാനത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആംബുലൻസ് ഉപയോഗിക്കത്തില്ല. അതും ആംബുലൻസ് ദുരുപയോഗം ചെയ്യുകയാണ്. ഇത് പറയുന്നുണ്ട് SP-യുടെ നിർദ്ദേശപ്രകാരമാണ്. SP അങ്ങനെ ട്രാക്ടർ അനുവദിച്ചു കൊടുത്താൽ പോലീസുകാരുടെ ട്രാക്ടറാണ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ള ചരക്ക് നീക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ പോലും അതിൽ കയറാൻ പാടില്ല. അങ്ങനെ SP അനുവദിച്ചാൽ ADGP ആയിട്ടുള്ള അജിത് കുമാർ അതിനെ തടസ്സപ്പെടുത്തണം. ഇത് ഹൈക്കോടതി വിധിയാണ്. ഇത് കോടതി വിധി നടപ്പിലാക്കേണ്ടവർ തന്നെ ഇതിൽ കയറിയാൽ. ശബരിമല യുവതീ പ്രവേശ സമയത്ത് രാഹുൽ ഈശ്വർ അവിടെ സമരമൊക്കെ ചെയ്തപ്പോൾ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്ത് ഈ ട്രാക്ടറിലാണ് കയറ്റി ടാർപ്പായിട്ട് കൊണ്ടുവന്ന് പമ്പയിൽ കൊണ്ടുവന്ന് ഇറക്കി കൊട്ടാരക്കര ജയിലിൽ കൊണ്ടുപോയി അടച്ചത്. അപ്പം പിന്നെ അതുപോലെ ഈ 2 പെണ്ണുപിള്ളമാരെ അവിടെ കൊണ്ടുപോയി ഇല്ലേ, ഇതുവഴിയെ പോയ 2 ഫെമിനിസ്റ്റുകളെ, അവരെ തൂക്കിയെടുത്ത് കൊണ്ടുപോയത് ഈ ട്രാക്ടറിലാണെന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം അതാകുമ്പോൾ മൂടിക്കെട്ടി കൊണ്ടുപോകാൻ വരും. സന്നിധാനത്ത് മൂടിക്കെട്ടിയാണല്ലോ കൊണ്ടുപോയി ഇറക്കിയത്. വലിയൊരു ആഭാസ തരമാണ് അത് കാണിച്ചത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്ടർ ഉപയോഗിക്കേണ്ടത്, ഈ സ്വാമിയയ്യപ്പൻ റോഡെന്ന് പറയുന്നത് ട്രാക്ടർ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് ചെയ്തതാണ്. സ്വാമിയയ്യപ്പൻ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, P. സുബ്രഹ്മണ്യം സംവിധാനം ചെയ്തത്. അതിൽ കിട്ടുന്ന ആ സിനിമ അന്ന് തിയേറ്ററിൽ പ്രദർശിപ്പിച്ച് കിട്ടുന്ന ലാഭം മുഴുവൻ എടുത്താണ് ഈ റോഡ് പണിതത്. അതിൻ്റെ മുഴുവൻ ആ റോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മുഴുവൻ ഈ സ്വാമിയയ്യപ്പൻ റോഡിലെ പണം ഉപയോഗിച്ചുകൊണ്ടാണ്. ആ സിനിമ ഇറങ്ങിയ സമയത്ത് പമ്പയിൽ താൽക്കാലിക തിയേറ്റർ കെട്ടി അവിടെ ഈ സിനിമ പ്രദർശിപ്പിച്ച് 2 രൂപ ടിക്കറ്റിൽ ആ വൻ കളക്ഷൻ, അന്നത്തെ കാലത്ത് 2 രൂപ വലിയ തുകയാണ്, വൻ കളക്ഷൻ കിട്ടി. അതൊക്കെ ഈ റോഡിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്തത്. അതിനകത്തുള്ള പാട്ടാണ് തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞ്. അത് തമിഴിലൊക്കെ വലിയ ഹിറ്റായി. അത് കഴിഞ്ഞപ്പോഴാണ് തമിഴ്നാട്ടിൽ നിന്ന് വലിയൊരു ഭക്തജന പ്രവാഹമാണ് സന്നിധാനത്തേക്ക് ഉണ്ടായത്. അപ്പോൾ ശബരിമലയിലെ ഓരോ കാര്യങ്ങളും വളരെ കരുതലോടുകൂടി ചെയ്യേണ്ടതാണ്. അത് നടപ്പിലാക്കേണ്ടവരാണ് പോലീസുകാരും.